അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൽ കൂടിയുള്ള നമ്മുടെ ജീവിതയാത്ര പീഡാനുഭവവാരത്തിൻ്റെ പൂമുഖപ്പടിയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കർത്താവ് തൻ്റെ ഇഷ്ടനായ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ വലിയ സംഭവത്തെപ്പറ്റി ധ്യാനിക്കുന്ന ദിവസമാണ് ലാസർ ശനിയാഴ്ച. ഇന്നത്തെ ധ്യാനത്തിനായി പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചെന്നിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ 44 വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ഇഷ്ടനായ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവങ്ങൾ വളരെ വിശദമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി മുഖേന ആ വേദഭാഗം വായിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ലല്ലോ. കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും ഒരുപോലെ കർത്താവിൻ്റെ അടുത്ത് സങ്കടം ബോധിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പം അവരുടെ കണക്കൂട്ടൽ അതാണ്. ഈ വേദഭാഗത്ത് നിന്ന് 2 കാര്യങ്ങൾ വളരെ ചുരുക്കമായി ചിന്തിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചല്ല ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതി അവനിൽ നടമാടുന്നത് എന്നുള്ളതാണ്. ഏത് സമയത്താണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ തക്കണം സാധിക്കുകയില്ല. അപൂർണരായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പൂർണ്ണനായ ദൈവം ഇടപെടുന്നതിന് ഒരു സമയമുണ്ട്. ആ സമയത്തിനായി നാം കാത്തിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യവും. എൻ്റെ പദ്ധതികൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്ന ഒരു ദൈവത്തെ അല്ല നാം വിശുദ്ധ വേദപുസ്തകത്തിൽ ദർശിക്കുന്നത്. എൻ്റെ ഭൂതകാലവും എൻ്റെ വർത്തമാനകാലവും എൻ്റെ ഭാവി കാലവും അറിയുന്ന ഒരു ദൈവം വളരെ കൃത്യമായി തന്നെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന വലിയ ബോധ്യം നമ്മുടെ യഥാർത്ഥ വിശ്വാസമായി തീരുമാനം തക്കണം കഴിയണം. മരണത്തിൽ പോലും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ആ വലിയ ചിന്ത നമ്മുടെ ഉള്ളത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ നിസ്സഹായതയും നമ്മുടെ ഒന്നുമില്ലായ്മയും നമുക്ക് തിരിച്ചറിയുവാൻ തക്കണം സാധ്യമായി തീരും എന്നുള്ളത് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കും. ചുരുക്കമായി പറഞ്ഞാൽ ലാസറിൻ്റെ സഹോദരിമാരുടെ താല്പര്യം കർത്താവ് പ്രവർത്തിക്കേണ്ടിയിരുന്ന സമയമെന്ന് പറയുന്നത് ലാസറിൻ്റെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിക്കുന്നതിന് മുമ്പ് രോഗാണുവിനെ വിലക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മരിച്ച് അടക്കപ്പെട്ട് 4-ാം ദിവസം മൃതശരീരം അഴുകുവാൻ തുടങ്ങിയ ദുർഗന്ധം ചുറ്റുപാടുകളിലേക്ക് പരക്കുന്ന ആ ഒരു സമയത്തിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തോടുകൂടിയുള്ള നമ്മുടെ എല്ലാ കർമ്മ പദ്ധതികളുടെ ആസൂത്രണവും അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തോറ്റു തുന്നം പാടി ചൊല്ലിട്ടുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം ഒന്നേന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ പെരുമഴക്കാലത്തിന് തുടക്കം നമ്മുടെ ജീവിതത്തിൽ നൽകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. രണ്ടാമതായിട്ട് നമ്മുടെ സഹകരണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഇവിടെ കർത്താവ് ലാസറിൻ്റെ കല്ലറകൾ ചെന്ന് പറയുന്നുണ്ട്, കല്ല് ഉരുട്ടി മാറ്റുവീൻ. തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുവീൻ, ആഴത്തിലേക്ക് വലിയിറക്കുവീൻ, നിങ്ങളുടെ പക്കൽ എന്ത് ഭക്ഷിപ്പാനുണ്ട്. ഇങ്ങനെ ഓരോ ചില കാര്യങ്ങൾ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഇവിടെ ഒരു തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം. ഇവിടെ കല്ലുരുട്ടി മാറ്റി കഴിയുമ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു കഴിയുമ്പോൾ അവൻ കെട്ടപ്പെട്ടവനായി പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ കെട്ടുകൾ അഴിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെട്ടുകൾ അഴിച്ചപ്പോഴാണ് അവൻ്റെ സുന്ദരനായി ചീഞ്ഞഴുകിയ നാറിയ ലാസറ് സുഗന്ധം പരത്തുന്നവനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിനേക്കാൾ തേജോമയനായിട്ട് ലാസർ അവിടെ പുറത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകണമെങ്കിൽ
നമ്മുടെ മനസ്സിൽ നാം ഉരുട്ടി വെച്ചിരിക്കുന്ന ആസക്തിയുടെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഭിന്നതയുടെയും താൻ പോരുമയുടെയും മാത്സര്യത്തിൻ്റെയും കല്ലുകളൊക്കെ നമ്മൾ ഉരുട്ടി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവൻ നിദ്ര പ്രാപിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. നമ്മളും ജീവനോടെ ഇരിക്കുന്നെങ്കിൽ തന്നെയും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്നുള്ള ആശയഗതിയോടുകൂടി മരിച്ചവർക്ക് തുല്യമായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു. ആത്മീയ മരണം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഉയർപ്പുണ്ടാകണം. അതിന് 2 സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നിൽ ഗാലീലി ക്രിസ്ത്യൻസും ആകാം, അല്ലെങ്കിൽ ഡെഡ് സീ ക്രിസ്ത്യൻസും നമുക്കാകാം. ഒരേ വെള്ളത്തിൽ നിന്നുമാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. ഹെർമോൻ പർവ്വതത്തിലെ അതിവിടുന്ന് വരുന്ന വെള്ളം ഒരെണ്ണം ചാവുകടലിലേക്കും മറ്റൊന്ന് ഗലീലി കടലിലേക്കും വന്ന് ഭവിക്കുന്നുണ്ട്. ചാവുകടലിൽ ഒന്നുമില്ല, ജീവന്റെ അംശങ്ങളൊന്നുമില്ല. ഗലീല കടലിൽ സമൃദ്ധിയുണ്ട്, ദൈവികമായ അനുഭവങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്റർ ക്രിസ്ത്യാനികളായി നമ്മൾ മാറ്റപ്പെടണം. ചാവുകടലിലെ ക്രിസ്ത്യാനികളായി നമ്മൾ ക്രിസ്ത്യൻസായി മാറ്റപ്പെടരുത്. നമ്മുടെ ഉള്ളിലെ ലാസർ ഉയർക്കപ്പെടണം. അങ്ങനെ നമ്മളെ പഴയ മനുഷ്യനെ തിരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ സൃഷ്ടിയായി നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ട് ഓശാന ഞായറാഴ്ചയിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കുവാൻ തക്കണം കഴിയണം. വരുന്ന പീഡാനുഭാര ശുശ്രൂഷകൾ അനുഗ്രഹകരമായി തീരട്ടെ. ജനമൃതികൾക്കിടയിലുള്ള കൈക്കുടന്നയിലെ കൊച്ചു ജീവിതം അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പുതുജീവനിലെ ഭാഗവാക്കുകളായി തീരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓശാന, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. ക്രിസ്തു ഹൃദയത്തിൻ്റെ രാജാവായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ക്രിസ്തു സാന്നിധ്യം മറ്റുള്ളവർ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.